ചവിട്ടിയാ ഇനി ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്, ഹാൻഡ് ബ്രേക്ക് റിലീസ്. മനസ്സിലായോ? ഇപ്പം കയറ്റത്തിൽ നമ്മളിപ്പം ഹാൻഡ് ബ്രേക്കിലായിരുന്നു നിന്നിരുന്നത്. അത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചവിട്ടണം? ബ്രേക്ക് ചവിട്ടണം. ബ്രേക്ക് ചവിട്ടിയിട്ട് എന്ത് റിലീസ് ആവുള്ളൂ? ഹാൻഡ് ബ്രേക്ക് റിലീസ് ആവുള്ളൂ. ക്ലച്ച് ചവിട്ടിയിട്ട് ഡയറക്റ്റ് നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനിയിപ്പോൾ മുന്നോട്ട് എടുക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യില്ല നമ്മൾ? അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് ചെയ്യും, ഹാഫ് ക്ലച്ച് നിർത്തും. എന്നുവെച്ചാൽ ടൈം എടുത്തു, കുഴപ്പമില്ല, നിന്നാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ബ്രേക്കിന് കാലെടുത്തു വിടും. ഇനി എന്ത് ചെയ്യണം? പതുക്കെ കൊടുക്കുക ആക്സിലറേഷൻ, പതുക്കെ, വളരെ പതുക്കെ കൊടുത്ത് ക്ലച്ചിന് പതുക്കെ വിട്ടുവിടും. കൊള്ളാം. ലെഫ്റ്റ്. മനസ്സിലായോ? അത്യാവശ്യം ബാക്കിലേക്ക് വലിയ റോഡും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് വേറെ വണ്ടിയൊന്നും കയറി വരത്തില്ല. അവിടെ ചവിട്ടി നിർത്തി പഠിക്കാൻ പറ്റിയ പൊസിഷൻ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? പഠിക്കുമ്പോൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. പേടിച്ചിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. അതൊക്കെ എക്സേഷൻ കുറഞ്ഞു വെച്ച് ഒരു സെക്കൻഡ് ആവും. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ മുകളിലേക്ക് ബ്രേക്ക് കൊടുത്തിട്ട് ബ്രേക്കിനോട് പോട്ടെ പോവാം. നമുക്ക് ലെഫ്റ്റിലേക്ക് പോകും. ഇറങ്ങി പതുക്കെ ആക്സിലേഷൻ കൊടുക്കണം. ആക്സിലേറ്റർ കൊടുറാ, നീ പേടിക്കാതെ. ക്ലച്ച് മുഴുവൻ ചവിട്ടി തേടാം. ഇപ്പോഴും കൺഫ്യൂഷൻ ആണോ നിനക്ക്? സമാധാനത്തിൽ ചെയ്താൽ മതിടാ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ബാക്കി കാര്യങ്ങളൊന്നും ക്ലിയർ ആകത്തത്. പോട്ടെ. സ്പീഡോട് വേറെ തടസ്സങ്ങളില്ലല്ലോ മുന്നിൽ. പിന്നെ നമ്മൾ വേഗത കുറച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനിയും വേഗത കുറച്ച് പോവുകയാണെങ്കിൽ പുറകെ വരുന്ന വാഹനത്തിന് ബുദ്ധിമുട്ടാവും അല്ലേ? മുന്നിൽ തടസ്സമില്ലാത്തപ്പോൾ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകണം. പോട്ടെ. ബാലൻസ് ചെയ്തിട്ട് ഫോർത്ത് ആയി. ക്ലച്ച് മുഴുവൻ ചവിട്ട്. ഫോർത്ത് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചവിട്ടണോടാ? അതെന്നാ ക്ലച്ച് ചവിട്ടാൻ മൈൻഡ് വരാന്? ആക്സിലറേഷൻ കൊടുക്കും. മറന്നുപോയാ? ഫോർത്ത് ഇങ്ങോട്ടാണ്. എനിക്ക് എന്ത് പറയാനാ നോക്കണേ. ആക്സിലേറ്റർ വിടും. പോട്ടെ. അത് ബ്രേക്ക് ചവിട്ടിയില്ലേ? ബാക്ക് സൈഡിൽ നിന്ന് കാല് മാറ്റി ബാലൻസ്. ഇനി ആക്സിലേറ്റർ വിടും. പോട്ടെ പോട്ടെ. ആക്സിലേറ്റർ വിടും. വേഗത പറയും. ലെഫ്റ്റിലേക്ക് പതുക്കെ നേരെ പിടിക്കും. പോട്ടെ. ആക്സിലേഷൻ കൊടു. വേഗത പറയും. ബ്രേക്ക് പതുക്കെ ചെയ്യട്ടെ. ക്ലച്ച് ചവിട്ട്. ബ്രേക്കിന്നോട് സെക്കൻഡ് ആയി. പതുക്കെ വിട്ടോട്. ക്ലച്ചിന് ഓട്ടോക്കാരങ്ങ് ചെയ്യുന്നുണ്ടോ? പോട്ടെ. കൊണ്ടങ്ങ് നടുക്ക് നിർത്തിയേക്ക ഓട്ടോക്കാരൻ. ആർക്കും ഒന്നിനും സമയമില്ല. എല്ലാവരും ധൃതിയാണ്. ബാലൻസ് ചെയ്ത് തേടാക്കറ. ഇപ്പോഴും ക്ലച്ച് ചവിട്ടിയിട്ടില്ല. ഇനി ഇപ്പോഴും നീ ക്ലച്ച് എങ്ങോട്ടാണ് തേട് എങ്ങോട്ടാണെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇതും മറന്നുപോയി. പോട്ടെ. പതുക്കെ ആക്സിലറേഷൻ കൊടുക്കും. ഇതിങ്ങനെ മറന്ന എന്ത് ചെയ്യൂടാ? ആക്സിലറേഷൻ കൊടുക്കും. അപ്പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു തന്നതല്ലേ ഉള്ളൂ. ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും മറന്ന. പിന്നെ പോട്ടെ. പതുക്കെ പോട്ടെ. പതുക്കെ ആക്സിലറേഷൻ കൊടുക്കും. തടസ്സം വരുമ്പോൾ വേഗത കുറയ്ക്കുക, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. മനസ്സിലായല്ലോ?
ആക്സിലേറ്റർ. നീ പേടിച്ചാണോ ഡ്രൈവ് ചെയ്യുന്നത്? അത് വേഗത കുറയ്ക്കണം. നീ ആക്സിലേറ്റർ പോട്ടെ. ആണോ? ചെറുതായിട്ടല്ല, പേടിയാണ് ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. അതാ നിന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ. ഈ പേടി നമ്മൾ എന്ത് ചെയ്യും? പിന്നോട്ട് വലിക്കും. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടി അത് ചെയ്യാൻ പറ്റാണ്ടാവും. ആക്സിലേറ്റർ കൊടുക്കട്ടെ. നേരെ പോട്ടെ. ആക്സിലേറ്റർ കൊടു പോട്ടെ. റൈറ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് താഴത്തോട്ട്. ബ്രേക്ക് പതുക്കെ ചവിട്ടി, ക്ലച്ച് മുഴുവനും ചവിട്ടി, സെക്കൻഡ് ബ്രേക്കിനോട് പതുക്കെ കിടക്കണം. ക്ലച്ചിന് പതുക്കെ വിട്ടോളൂ. തിരിച്ച് പതുക്കെ ആക്സിലേഷൻ കൊടുക്കും. ഇച്ചിരി ബലമൊക്കെ കൊടുക്കുന്നുണ്ട് സ്റ്റിയറിങ്ങിൽ. അത്രയും ബലമല്ല. ഇതൊക്കെ പഴം പോലെ തിരിയേണ്ട സാധനമാണ് സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ബാലൻസിങ്, ക്ലച്ച് ചവിട്ടി തേടാക്കി. ക്ലച്ച് ചവിട്ടില്ല എപ്പോഴും. ഞാൻ എന്നിട്ടും പറഞ്ഞ എന്തുവാ, ക്ലച്ച് ചവിട്ടി തേടാക്കാനാണ് പറഞ്ഞല്ലേ. പോട്ടെ. ക്ലച്ചിനോട് ആക്സിലേറ്റർ കൊടുക്കും. പോട്ടെ. സ്കൂട്ടർ. ഇനി അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. പുറത്തുനിന്ന് വരുന്ന ഒരു വണ്ടിക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ആ പുള്ളിക്കാരൻ സൈക്കിൾ എന്തെങ്കിലും വന്നില്ലേ അത്. ഇവിടെ പാലവും കൂടെ വന്നിട്ടുണ്ട്. പോട്ടെ. അതിനനുസരിച്ചുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. അങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് പുറത്തുനിന്ന് വരുന്ന ഒരു വണ്ടിക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ലെഫ്റ്റ് കൊടുത്താൽ വെച്ചിട്ട് വേഗത കുറച്ചത്. നമ്മളവിടെ വളയ്ക്കുമ്പം വേണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടി മതി, ഇല്ലെങ്കിൽ ബ്രേക്ക് മാത്രം ചവിട്ടി വളച്ചാൽ മതി കേട്ടോ. വളച്ചു പതുക്കെ ആക്സിലേഷൻ കൊടുക്കും. ഇത്രയും വേഗത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണോടാ? ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ആക്കണം. മനസ്സിലായോ? ഇനി ആക്കണ്ട. ഇനി സ്പീഡ് കയറി. നേരെ തന്നെ കയറിപ്പോ. അവിടെ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് വണ്ടി കയറി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു സൈഡ് നോക്കി വേഗത കുറച്ച് ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ആക്കി. ബ്രേക്കിനോട് സെക്കൻഡ്, ക്ലച്ചിന് വിട്ടൂടെ പതുക്കെ. ആക്സിലേറ്റർ കൊടുക്കും പതുക്കെ. പതുക്കെ ആക്സിലേറ്റർ കൊടുക്കും. ആ വണ്ടിക്കാരൻ കൊണ്ട് ചവിട്ടിയതണ്ട, ഫോണും ചെയ്തോണ്ട്. ഇതൊക്കെ നീ പ്രതീക്ഷിക്കേണ്ടതാ. പോട്ടെ. അത് കൂടാതെ നീ സെക്കൻഡാന്നും പറഞ്ഞാൽ ആദ്യം വലിച്ചിട്ട് ഏത് കയറാന്നറിയാവോ? ഏതാ? ഓർമ്മയുണ്ട്. തേടാ. വേഗത കുറയ്ക്കണം. സെക്കൻഡ് തന്നെ. പോട്ടെ. ക്ലച്ചിന്ന് വിട്ടു കൊടുക്കും. നീ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആക്സിലേറ്ററിന് കാലെടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നീ കയറി എന്ത് ചവിട്ടി? ബ്രേക്ക് ചവിട്ടി. ഓക്കെ അറിയാം. പോട്ടെ. പതുക്കെ ആക്സിലേഷൻ കൊടുക്കണം. ഒരു സൈഡ് നോക്കണം കേട്ടോ. പതുക്കെ ആക്സിലേഷൻ കൊടു. പതുക്കെ കൊടുത്താൽ കൊടുത്തു. ഇനി റൈറ്റിലേക്ക്. പതുക്കെ കറക്റ്റ്. റൗണ്ട് അബൌട്ടാണ് അത്. നമ്മൾ ഇങ്ങനെ തന്നെ കയറി വന്ന് കറങ്ങി വരണം. മനസ്സിലായോ? പതുക്കെ ആക്സിലേഷൻ.
പെട്രോൾ ഉണ്ട്, അത് ശ്രദ്ധിച്ചോണം കേട്ടോ. ബ്രേക്ക് പതുക്കെ, ബ്രേക്കിനോട് ക്ലച്ച് പതുക്കെ, എഞ്ചിൻ അടിക്കാൻ തുടങ്ങിയതല്ല. ബ്രേക്ക് പതുക്കെ ചവിട്ടി നിർത്തി. ഫസ്റ്റ് ഇട്ടാ കുറച്ചും കൂടി മാറ്റി തിരിച്ചേറ്. ക്ലച്ചും ബ്രേക്കും ചവിട്ടി